C. Data types. Data types are used to specify what kind of value can be stored in a variable. പ്രോഗ്രാം ചെയ്യുന്ന ടൈമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയെ സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ നെയിം അതൊരു സ്ട്രിങ് ആയിരിക്കും, അയാളുടെ ഏജ് 22, 24 അങ്ങനെ ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും, അയാളുടെ വെയ്റ്റ് അതൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കും, ഒരു 55.7 അല്ലെങ്കിൽ 61.2 അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കും. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദീസ് ഡേറ്റ ടൈപ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്: primary data type, derived data type, and user-defined data type. First one is primary data type. Another names are basic data type, fundamental data type, or predefined data type. Primary data types are again divided into 4: characters, integers, floating point numbers, and void. ക്യാരക്ടറിൻ്റെ കേസിലായാലും 2 ടൈപ്സ് ഉണ്ട്: സൈൻഡ് ക്യാരക്ടർ ആൻഡ് അൺസൈൻഡ് ക്യാരക്ടർ. സൈൻഡ് ക്യാരക്ടറിനെ സിംപ്ലി ക്യാരക്ടർ എന്ന് നമുക്ക് വിളിക്കാം. ഈ സൈൻഡ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് ആർ പോസിബിൾ. അൺസൈൻഡ് മീൻസ് ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ് ആർ പോസിബിൾ. ദെൻ ഇൻറ്റീജർ. ഇൻറ്റീജറിന് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: നോർമൽ ഇൻറ്റീജർ, ഷോർട്ട് ഇൻറ്റീജർ, ലോങ് ഇൻറ്റീജർ ആൻഡ് ഡബിൾ ലോങ് ഇൻറ്റീജർ. എല്ലാ കേസിലും സൈൻഡും അൺസൈൻഡും ഉണ്ട്. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3: ഫ്ലോട്ട്, ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ, എക്സ്റ്റൻഡഡ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. ഫ്ലോട്ടിൻ്റെ കേസിൽ പ്രിസിഷൻ 6 ഡിജിറ്റ്സ് ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞ് മാക്സിമം 6 ഡിജിറ്റ്സ് പോസിബിൾ ആണ്. ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ കേസിൽ മാക്സിമം 14 ഡിജിറ്റ് പ്രിസിഷൻ. അതിലും കൂടുതൽ നമുക്ക് പ്രിസിഷൻ വേണമെങ്കിൽ വി വിൽ മൂവ് ടു എക്സ്റ്റെൻഡഡ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. ആൻഡ് ഫൈനലി വോയിഡ്. വോയിഡ് മീൻസ് നത്തിങ് എന്നാണ്. ഒരു ഫങ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് വോയിഡ്. This table explains more details about primary data types in C. So, characters, there are 2 classifications: signed character and unsigned character. Signed character ne simply character എന്ന് വിളിക്കാം. സോ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് char or signed char. അൺസൈൻഡ് ക്യാരക്ടറിന് അൺസൈൻഡ് char. ഇതിന് എത്ര മെമ്മറി വേണം? 1 ബൈറ്റ്. അതിൻ്റെ റേഞ്ച്, ഏതൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് സൈൻഡ് ക്യാരക്ടർ. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ 1 ബൈറ്റ് എന്ന് വെച്ചാൽ 8 ബിറ്റാണ്. 1 ബിറ്റ് ഫോർ സൈൻ ആൻഡ് റിമൈനിങ് 7 ഫോർ ഡേറ്റ. സോ റേഞ്ചിൻ്റെ ഇക്വേഷൻ -2⁻7 to +2⁻7 -1. So -128 to +127. അൺസൈൻഡ് ക്യാരക്ടറിൻ്റെ കേസിൽ 8 ബിറ്റും ഡേറ്റയ്ക്ക് വേണ്ടിയാണ്. സോ ഇക്വേഷൻ 0 to 2⁸ -1. So 0 to 255. Then format specifier. ക്യാരക്ടർ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുന്നയും സമയത്ത് ഈ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. %C ആണ് ഫോർമാറ്റ് സ്പെസിഫയർ ഫോർ ബോത്ത് സൈൻഡ് ആൻഡ് അൺസൈൻഡ് ക്യാരക്ടർ. നെക്സ്റ്റ് ഈസ് ഇൻറ്റീജർ. ദേ ആർ സൈൻഡ് ആൻഡ് അൺസൈൻഡ്. സൈൻഡിൻ്റെ കേസിൽ കീവേഡ് ഇൻറ്റ് ഓർ സൈൻഡ് ഇൻറ്റ്. അൺസൈൻഡ് കീവേഡ് അൺസൈൻഡ് ഇൻറ്റ്. മെമ്മറി സൈസ് 2 ബൈറ്റ്. റേഞ്ച് ഓഫ് വാല്യൂസ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ദീസ് ആർ ദ റേഞ്ച് ഓഫ് വാല്യൂസ് ആൻഡ് ദീസ് ആർ ദ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. നെക്സ്റ്റ് ഈസ് ഷോർട്ട് ഇൻറ്റ്. Again signed and unsigned. These are the keywords.
Memory size, normal integer and half, 1 byte. Then these are the range of values and these are the format specifiers. Next, long integer, both signed and unsigned. These are the keywords, and size, normal integer and double size, 4 byte. Then these are the range of values and these are the format specifiers. Next, double long integer, both signed and unsigned. These are the keywords and this is the memory size. Long intinte double ആയിരിക്കും, double long intinte memory size 8 byte. Then these are the range of values and these are the format specifiers. Next, floating point number. The keyword is float and size is 4 bytes and this is the range, and percentage F for percentage E is the format specifier. Then double precision floating point number. Keyword double. Size float in the double size 8 bytes and this is the range and this is the format specifier. Next, extended double precision floating point number. Keyword long double. Memory size 10 bytes and this is the range of values and this is the format specifier. ഈ മെമ്മറി സൈസ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡേറ്റ ടൈപ്പ് ഈസ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ഓർ സെക്കൻഡറി ഡേറ്റ ടൈപ്പ്. They are constructed from primary data types. പ്രൈമറി ഡേറ്റ ടൈപ്പായ ക്യാരക്ടർ, ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്തു വരുന്നതാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. They are arrays, functions, pointers, structures and union. Array is a collection of similar data referenced by a common name. സെയിം ടൈപ്പ് ഡേറ്റയുടെ ഒരു കളക്ഷനാണ് array. ഫങ്ഷൻ, ഒരു പർട്ടിക്കുലർ ടാസ്ക് ഒരു സെറ്റ് ഓഫ് കോഡിന് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സെറ്റ് ഓഫ് കോഡിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുക. ഒരു സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഫങ്ഷൻ എഴുതുക. നെക്സ്റ്റ്, പോയിന്റേഴ്സ്. ഇറ്റ് ഈസ് എ വേരിയബിൾ ദാറ്റ് ഹോൾഡ് ദ മെമ്മറി അഡ്രസ്. ഒരു മെമ്മറി അഡ്രസ്സ് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വേരിയബിൾ ആണ് പോയിന്റർ. സോ ആ പെർട്ടിക്കുലർ മെമ്മറിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ആക്ച്വലി ഈ വേരിയബിൾ പോയിന്റ് ചെയ്യുക. സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് റെഫറൻസ് അണ്ടർ എ സെയിം നെയിം. ഒരു പെർട്ടിക്കുലർ നെയിമിൻ്റെ കീഴിൽ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടർ, ഒരു ഇൻറ്റീജർ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഒക്കെ പ്ലേസ് ചെയ്യുന്നതാണ് സ്ട്രക്ചർ. ദെൻ യൂണിയൻ. യൂണിയൻ ഈസ് സംവാട്ട് സിമിലർ ടു സ്ട്രക്ചർ. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറിലുള്ള എല്ലാ വേരിയബിൾസിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യും, പക്ഷേ യൂണിയനിൽ എല്ലാ വേരിയബിൾസിനും അലോക്കേറ്റ് ചെയ്യില്ല. ഏറ്റവും ഹയസ്റ്റ് സൈസ് ഉള്ള വേരിയബിളിന് എത്രയാണോ സൈസ് അത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ദെൻ എല്ലാവരും ആ മെമ്മറി ഷെയർ ചെയ്ത് യൂസ് ചെയ്യും. അറ്റ് എ ടൈം ഒരൊറ്റ വേരിയബിളിനായിരിക്കും ആ മെമ്മറി കിട്ടുക. Third category of data type is user-defined data type or enumerated data types. They are typedef and enum. First one is typedef. ഒരു എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പിനെ യൂസർ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് typedef. സിൻടാക്സ്: typedef, data type, identifier. For example, typedef int mark. സോ ഇൻറ്റ് mark1, mark2 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ typedef വെച്ച് ഇൻറ്റിന് പകരം മാർക്ക് എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇൻറ്റിൻ്റെ പ്ലേസിലെല്ലാം ഇൻ ഫ്യൂച്ചർ മാർക്ക് എന്ന് എഴുതാം. mark1, mark2. ഇൻറ്റ് എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പിന് പകരം നമ്മൾ മാർക്ക് യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി typedef int mark. Next is enumeration. So syntax enum, ഒരു ഐഡൻറ്റിഫയർ,
വിത്തിൻ കേർലി ബ്രാക്കറ്റ് സെറ്റ് ഓഫ് വാല്യൂസ്. ഇപ്പോൾ ഒരു പുതിയ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ആ ടൈപ്പിൻ്റെ നെയിം ഐഡൻറ്റിഫയർ എന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള ഐഡൻറ്റിഫയർ ഇവിടെ എഴുതി കൊടുക്കാം. ആ ഐഡൻറ്റിഫയറിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്, ആ ഡേറ്റ ടൈപ്പിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര വാല്യൂ n. ഇവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് ന്യൂ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. സിൻടാക്സ് ഇങ്ങനെയാണ്. ഈനം ആ ന്യൂ ഡേറ്റ ടൈപ്പ് ഐഡൻറ്റിഫയറിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്ന ആ സെയിം നെയിം സ്പേസ് വേരിയബിൾ 1 v1, v2, എക്സെട്ര vn. ഈ v1 ടു vnന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്, ഇപ്പോൾ v1 എടുക്കുകയാണെങ്കിൽ വാല്യൂ 1 ടു വാല്യൂ n വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും v1ന് പോസിബിൾ ആയിട്ടുണ്ടാവുക. അതല്ലാതെ വേറെ ഒരു വാല്യൂവും v1ലേക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ v2 ടു vn. സോ ഇതാണ് enumerated data type. These all are about different data types of C.